ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ട് ഫോം ഉണ്ട്. ഇത് കഥകളിയുടെ ഒരു രൂപമാണ്. കഥകളി ക്ലാസ്, ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തുന്ന പോലെ കാഴ്ചക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കാറ്. ഷേക്സ്പിയർ നാടകമായിട്ടുള്ള മാക്ബത്ത് ചൊല്ലിയാട്ട രീതിയിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഏറ്റുമാനൂർ പി കണ്ണനാണ് ഇത് അവതരിപ്പിച്ചത്. കഥകളിയുടെ അതേ ശരീരഭാഷ തന്നെയാണ് ചൊല്ലിയാട്ടത്തിന് ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ വേഷവിധാനത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. മുദ്രകളും പദങ്ങളും ഒക്കെ കഥകളിയെ അപേക്ഷിച്ച് വളരെ ലളിതമായിരിക്കും ചെയ്യും. Great clamors, worthy coda, greater than both, by the all hail hereafter. ഏറ്റുമാനൂർ കണ്ണൻ ഈ രംഗത്ത് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി കണ്ടിട്ടുണ്ട്. കഥകളിയിൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ അദ്ദേഹം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള അഭിനവം സ്കൂൾ ഓഫ് തിയേറ്റർ എക്സ്പ്രഷൻസിൻ്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. മാക്ബത്ത് 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊരു ട്രാജഡിയാണ്. ഇത് കഥകളി പോലെ തികച്ചും കേരളീയ ഒരു ആർട്ട് ഫോമിൽ എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതിൻ്റെ കൗതുകവും വെല്ലുവിളിയും ഒക്കെയാണ് ഈ ചൊല്ലിയാട്ടത്തെ വ്യത്യസ്തമാക്കിയത്. എൻമകജയെ പ്രസിദ്ധപ്പെടുത്തിയത്. ഇത് അംബിക സുധമാങ്ങാട് എഴുതിയൊരു നോവലാണ്. കാസർഗോഡ് ഏറ്റവും അധികം എൻഡോസൾഫാൻ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു ഗ്രാമമാണ് എൻമകജ്. ഈ ഗ്രാമത്തിനെ കുറിച്ച് നോവലിസ്റ്റ് തരുന്ന ചിത്രം ഇത് കുന്നുകളുടെയും കുറേ അധികം ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെയും നാടാണ് എന്നുള്ളതാണ്. ശരിക്കും ഇപ്പം നടക്കണ ഈ എൻഡോസൾഫാൻ സമരങ്ങളുടെ ഒരു ചരിത്രമാണ് ഈ നോവലെന്ന് നമുക്ക് പറയാം. നീലകണ്ഠനും ദേവയാനിയാണ് എൻമകജയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ നീലകണ്ഠൻ ജാതി വ്യവസ്ഥേനെയൊക്കെ ചോദ്യം ചെയ്ത് ബ്രാഹ്മണ്യത്തിന് പുറത്ത് കിടന്ന ഒരാളാണ്. ദേവയാനി കുറേ പേരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുക. അവർ കണ്ടുമുട്ടും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയാണ്. മനുഷ്യരുടെ തിന്മയിലും ക്രൂരതകളിലൊക്കെ മനം മടുത്ത് മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലം തെരഞ്ഞിട്ട് അവസാനം അവർ എൻമകജയ്ക്കുള്ളിലെത്തുകയാണ്. എൻമകജയ്ക്കുള്ളിലെ ജഡധാരിമാരിൽ അവർ താമസം തുടങ്ങുക.
അങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്കൊരു കൈക്കുഞ്ഞിനെ കിട്ടുകയാണ്. മേല് മുഴുവൻ വ്രണങ്ങളുള്ള നരച്ച തലമുടിയുള്ള ഒരു കുട്ടി. ഈ കുട്ടിയുടെ വ്രണങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇവരൊരു കാട്ടുവൈദ്യരെ കാണിക്കുന്നുണ്ട്. ആ വൈദ്യർ പറയുകയാണ് ഈ കുട്ടി കുറേ കാലമായിട്ട് തൻ്റെ ശുശ്രൂഷയിലായിരുന്നു, അവന് 7 വയസ്സുണ്ട്, ഇങ്ങനെ വ്രണങ്ങളായിട്ട് നരച്ച തലമുടിയൊക്കെ ആയിട്ട് കുറേ കുട്ടികളിവിടെ ജീവിക്കുന്നുണ്ട്, അത് ദൈവകോപം കാരണമാണ് എന്നൊക്കെ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ദേവയാനി നീലകണ്ഠനും ജഡധാരിമലയ്ക്ക് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അവർ അവിടെ കാണുന്ന ചിത്രങ്ങളും വാർത്തകളും ഒക്കെ നമ്മളെപ്പോഴൊക്കെയോ വായിച്ച പത്രവാർത്തകളെയും നമ്മൾ കണ്ട എൻഡോസൾഫാൻ ഇരകളുടെ ചിത്രങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 14 വയസ്സായ വായടയ്ക്കാൻ പറ്റാത്ത ഭാഗ്യലക്ഷ്മിയും 26 വയസ്സായ കണ്ണിൽ കൃഷ്ണമണികളില്ലാത്ത വിരലുകൾ നീരാവിയുടെ പോലെയായിട്ടുള്ള അൻവരും ചെറിയ മുഖവും ഉന്തിയ കൈകാലുകളും ഒക്കെ ഉള്ള അഭിലാഷും ഒക്കെ നോവലിൻ്റെ ഭാവന സൃഷ്ടികൾ മാത്രമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ നോവലിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുതകൾ തന്നെയാണ്. കാസർഗോഡ് ഈ കീടനാശിനി തളിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. പിന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ വിഷമല്ല എന്ന് വാദിച്ച ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതുകൂടാണ്ട് ഇവിടെ എൻഡോസൾഫാൻ സ്പ്രേ പ്രൊട്ടസ്റ്റ് ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവുന്നത് ഭരണകൂടത്തിൻ്റെ ഈ നിലപാട് അറിഞ്ഞിട്ട് തന്നെയാണ്. നോവലിൻ്റെ അവസാനം വരെ ദേവയാനിയും നീലകണ്ഠനും ശ്രീരാമയും ഒക്കെ എൻഡോസൾഫാന് വേണ്ടി വളരെ ജൈവികമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലും യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 2000-ന് ശേഷം ഉണ്ടായിട്ടുള്ള ജനകീയ സമരങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് നോവലിസ്റ്റ് പറയുന്നുണ്ട്. അവിടെ കുറേ സമരങ്ങൾ ഉണ്ടാവുകയും എൻഡോസൾഫാൻ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർക്കർഹമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എൻഡോസൾഫാൻ ഇരകൾ നടത്തുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ തന്നെയാണ് എൻമകജയുടെ തുടർച്ച.